ഹലോ ഫ്രണ്ട്സ്, പത്തനംമാറ്റിന് വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നായന ദേവ്യാനിക്ക് ലിവർ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന്. ദേവ്യാനിയുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്, നായനക്കും ഓക്കെ ആയി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദേവ്യാനിയെ ചികിത്സിക്കാനായി ഡോക്ടർ അനന്തപുരിയിലെത്തും. മുത്തശ്ശനും മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട്, ദേവ്യാനിയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവർ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ദേവ്യാനി എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുകയാണ് കേട്ടോ. എഴുന്നേൽക്കണ്ട, ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാ. മുത്തശ്ശൻ ഇപ്പം എങ്ങനെയുണ്ട്? ഇന്നലെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അച്ഛാ, എന്നാൽ ആ കഞ്ഞി കുടിച്ചതിന് ശേഷം കുറച്ചൊരു ആശ്വാസമുണ്ട്. അല്ലേ, ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ്, ഭക്ഷണവും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അനാമിക മുകളിലുള്ളിടത്തോളം കാലം എനിക്കൊന്നും പേടിക്കേണ്ട അച്ഛാ, ഭക്ഷണവും മരുന്നൊക്കെ കൃത്യസമയത്ത് എത്തിക്കും. എന്തായാലും ഇത് കഴിച്ചിട്ട് ആ മരുന്നെടുത്ത് കുടിക്ക്, ഡോക്ടർ ഇപ്പോൾ വരും. ശരി അച്ഛാ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട്. എന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയാണ്. ദേ ജാനകി, നിന്റെ മരുമകൾക്ക് ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് നയനയാണ് ഏട്ടത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന സത്യം ഞാൻ പറയാതിരുന്നത്. ദേ ജലജ, ചതിക്കല്ലേ. മോൾക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും ശീലമില്ല. ആ അച്ഛനും അമ്മയും അനാമിക മോളെ പൊന്നുപോലെയാ നോക്കിയേ. ഏട്ടത്തിയുടെ മുന്നിൽ ഇപ്പം അനാമിക മോള് ദൈവത്തിന് തുല്യ. നീ വെറുതെ മണ്ണ് വരയിടല്ലേ ജലജെ. എൻ്റെ ജാനകി, ഞാൻ അങ്ങനെ ചെയ്യോ? സത്യം പറയാലോ ജാനകി, ആ മീനാക്ഷി പോയതിനു ശേഷം എൻ്റെ നടു ഒടിഞ്ഞിരിക്കുക. ഈ നയന എങ്ങനെയാണാവോ ഈ വീട്ടിലെ മുഴുവൻ പണിയും എടുക്കുന്നത്? അവളെ സമ്മതിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് അമ്മ ആദർശിനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അമ്മേ, എന്തെടുക്കുക? നീ വരാൻ വേണ്ടി ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. നീ രാവിലെ മുതൽ ഇങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ, നീ ഇവിടെ ഇല്ലായിരുന്നോ? നീ ആ നയനയുടെ അടുത്ത് കൂട്ടിയിരിക്കുകയായിരിക്കും അല്ലേ? നിനക്കിപ്പോൾ അമ്മയെ വേണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത്. രണ്ടാമതൊരു കുഞ്ഞിനെ പോലും വേണ്ടാന്ന് ചോദിച്ചു നിനക്ക് വേണ്ടി. എൻ്റെ അമ്മേ, അതൊക്കെ എനിക്കറിയില്ലേ. ഞാൻ എൻ്റെ അമ്മയെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഓഫീസിൽ പെൻഡിങ്ങിൽ കിടക്കുന്ന കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു, അതാ അമ്മയുടെ അടുത്ത് വരാൻ ഇത്ര ലേറ്റ് ആയത്. അതൊക്കെ പോട്ടെ, നീ എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുക. എനിക്ക് പുറത്തൊക്കെ പോകണം. ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് എന്തൊക്കെയോ ആവുന്നു. അതമ്മ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ. എങ്ങനെ ആലോചിക്കാതിരിക്കും? എൻ്റെ മോന് എന്നെ കൊല്ലാൻ നോക്കിയവളുടെ കൂടെ ജീവിക്കേണ്ട ഗതികേടല്ലേ. അമ്മയോട് ഡോക്ടർ വരെ പറഞ്ഞില്ലേ അത് ഫുഡ് പോയിസൺ കാരണം സംഭവിച്ചതാണെന്ന്. അമ്മ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അമ്മ ഇതിനൊക്കെ ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരും. ഞാൻ അമ്മയെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് നയനയും അമ്മയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മതിയടാ, നിർത്ത് നിന്റെ ഭാര്യയുടെ പുരാണം. അമ്മയുടെ വാശിയിൽ ഉപേക്ഷിക്ക്. ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമല്ലേ. അമ്മയ്ക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോരെ? അമ്മ വാ. എന്നെ തൊട്ടു പോകരുത്. നീ എപ്പോഴും അവളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നത്. എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാണെന്നുള്ള ഒരു ബോധവും നിനക്കില്ല. ഈ സമയം അനാമിക അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. കിട്ടിയ അവസരം അനാമിക മുതലാക്കുന്നുണ്ട്. എന്താ ആദർശേട്ടാ വല്യമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നേ? ഒന്നും പറയണ്ട മോളെ, ഇവനൊരു ഭാര്യയെ കിട്ടിയപ്പോൾ സ്വന്തം അമ്മയെ പോലും ഇവൻ മറന്നു. ആദർശേട്ടാ, ഭാര്യ പോയാൽ വേറെ ഭാര്യയെ കിട്ടും, എന്നാൽ അമ്മ പോയാൽ വേറെ കിട്ടില്ല ആദർശേട്ടാ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പോയാൽ എനിക്ക് വേറെ ഭാര്യയെ കിട്ടും. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഇത് കേട്ട ഉടൻ തന്നെ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിവരം അറിയും. ആദർശേ, ഇവളെനിക്ക് മരുമകളല്ല, മോളാ. അമ്മ തലയിലേറ്റി നടക്കുന്നവരൊക്കെ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. അമ്മയൊന്ന് വന്നേ, എന്നെ തൊട്ടു പോകരുത്. ഞാൻ നിന്നെപ്പോലെ ഒരു മകനാണല്ലോ ജന്മം നൽകിയത്. ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ എൻ്റെ മുറിയിൽ നിന്ന്? ഈ സമയം നോക്കി അനാമിക, വല്യമ്മയെ ഞാൻ പേടിക്കാം. അത് തന്നെയാ മോളെ ഞാനും പറയാൻ വന്നേ. വല്യമ്മ എഴുന്നേൽക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ അനാമിക. എന്നിട്ട് പതുക്കെ നടത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ദേവയാനിയെ പിടിച്ചിട്ട് അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അനാമികയെ മാറ്, ഞാൻ പിടിക്കാം. അപ്പോൾ അനാമിക മാറാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മാറണ്ട, മോള് തന്നെ പിടിച്ചാൽ മതി എന്നെ. ഈ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോൾക്ക്? വല്യമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്യമ്മ നടക്ക്, മോൾ എന്നെ വിട്ടേക്ക്, എനിക്ക് നിൽക്കാൻ പറ്റായിക്കൊന്നുമില്ല, ഞാൻ പതുക്കെ നടന്നോളാം. ഈ സമയത്താണ് ഡോക്ടർ കയറി വരുന്നത്. ദേവയാനി മെല്ലെ നടക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഇയാളാണോ ദേവയാനി എപ്പോഴും നടക്കാൻ സഹായിക്കുന്നത്? അല്ല, എൻ്റെ മോനെ എന്നെ മോള് നടത്തിക്കാന്ന് പറഞ്ഞു. അത് നല്ലതാ, എന്നും ഇങ്ങനെ കുറച്ചൊക്കെ നടക്കുന്നത് ശരീരത്തിന് നല്ലതാ. അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈശ്വര, എന്നും ഞാനിങ്ങനെ നടത്തിക്കേണ്ടി വരുമോ? അങ്ങനെ ദേവയാനിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നയനയെ കണ്ടില്ല. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോൾ എന്തെങ്കിലും ചെറിയ പണിയിലായിരിക്കും. ഇപ്പോൾ ആ നയനമോളെ കൊണ്ട് അങ്ങനെ പണിയൊന്നും എടുപ്പിക്കാറില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തോട്ടെ, ഭാരപ്പെട്ടതൊന്നും ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി. ഇത് കേട്ട ഉടൻ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അവളൊന്ന് തലകറങ്ങി വീണതിനാണോ അവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? അതേ ദേവയാനി, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാ.
ഇത് കേട്ടയുടൻ തന്നെ ദേവയാനി പറയുന്നുണ്ട്, അവൾക്ക് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളെ വീട്ടിലെ ജോലിക്കാരിയാണ്. അതേ ദേവയാനി, നിന്റെ സംസാരം അതിര് കിടക്കുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് നീ എന്തിനാ നയനമോളെ കുറ്റപ്പെടുത്തുന്നത്? ഇത് കേട്ടയുടൻ തന്നെ ഡോക്ടറും പറയുന്നുണ്ട്, ദേവയാനി, നയന നല്ലവളല്ലേ, ദേവയാനിയുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നയനയെ കുറ്റപ്പെടുത്തുന്നത്. ദേവയാനിക്ക് എപ്പോഴെങ്കിലും മരുമകളെ ആവശ്യം വരും, അന്ന് അവളെ വില മനസ്സിലാവും. അവളുടെ നല്ല മനസ്സ് മനസ്സിലാക്കാതെ പോകുന്നത് ഈശ്വരനെ മനസ്സിലാക്കാത്തതിന് തുല്യമാണ്. ആ കുട്ടിയെ സ്നേഹിക്കുന്നത് ദേവയാനിയുടെ നല്ലതിനാണ്. ദേവയാനിയുടെ ജീവിതം തിരിച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെയൊക്കെ നന്ദി പ്രകടിപ്പിക്കാം. അല്ല, ഡോക്ടറുടെ സംസാരം കേട്ടാൽ വിചാരിക്കും അവളാണ് എനിക്ക് ലിവർ തന്ന് സഹായിച്ചത് എന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാലും അതൊക്കെ വിടൂ. ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഞാൻ ഇറങ്ങുക മൂർത്തി സാറേ. ഇപ്പോൾ ദേവയാനിയുടെ ഹെൽത്തൊക്കെ ഓക്കെയാണ്. ഞാൻ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട്, അതൊക്കെ വാങ്ങണം. മൂർത്തി സാർ, സാറോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതൊക്കെ കഷ്ടം സാർ. ആ കുട്ടി എന്ത് ചെയ്തിട്ടും ആ കുട്ടിയുടെ നല്ല മനസ്സ് ദേവയാനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ ഡോക്ടറെ? എല്ലാവരും നല്ല മരുമകളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ട് പോലും അത് ദേവയാനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. തുടർന്നുള്ള കിടിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.